ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് പോലെയുള്ള പരീക്ഷകളിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? നോക്കാം. ഈ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിക്കാം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഏത് മാർഗത്തിൽ കൂടെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വാക്ക് മാത്രമായിട്ട് നമ്മൾ രോഗത്തിൻ്റെ പേര് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് പഠിക്കുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസിനെ എ, അതേപോലെ ബി, സി, ഡി, ഇ ഇങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കും. അപ്പോൾ ഇതിൽ എ പകരുന്ന മാർഗമാണ് ചോദിച്ചത്. കുറേ പേരൊക്കെ ആൻസർ ശരിയാക്കി കാണും. അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് ചോദിച്ചാൽ ആകെ അറിയാവുന്ന നമ്മളൊരു ആൻസർ ആയിട്ടുള്ള ജലത്തിൽ കൂടെ, മലിനമായ ജലത്തിൽ കൂടെ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ശരിയായവരാണല്ലോ എല്ലാവരും. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ അത് പകരുന്ന മാർഗം ഏത് തന്നെയാണ്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടെ തന്നെയാണ്. ഓക്കെ, റെഡി? അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾ എ, അതേപോലെ ബി, സി, ഡി, ഇ ഇങ്ങനെ വിഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. ഇതിൽ നമുക്കറിയുന്നതാണ് മലിനമായിട്ടുള്ള ജലം അല്ലെങ്കിൽ ആഹാരം, ജലം അല്ലെ ഭക്ഷണ പാനീയങ്ങളിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസിനെ ഇതിൽ ഏതൊക്കെയാണ്? വാട്ടർ അല്ലേ, ജലമല്ലേ നമ്മൾ പറയുന്നത് മലിനമായിട്ടുള്ളത് അല്ലേ? അപ്പോൾ വാട്ടറിനെ വെച്ച് ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഈ വാട്ടറുള്ള രണ്ട് കാര്യങ്ങൾ, എ എന്ന് പറയുന്ന ഒരു കാര്യവും ഇ എന്ന് പറയുന്ന ലെറ്ററിനെയും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ വാട്ടറിൽ കൂടുന്ന വെച്ചാൽ മലിനമായിട്ടുള്ള വാട്ടറിൽ കൂടെ, ജലത്തിൽ കൂടെ പകരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലുള്ള രണ്ട് ലെറ്റേഴ്സ് തന്നെ സെലക്ട് ചെയ്യാം. എ ചോദിച്ചാലും ഇ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ. കിട്ടിയല്ലോ? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? ബാക്കിയുള്ളത് ബി, സി, ഡി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ ബി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മാരകമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മൾ പറയാം. ലൈംഗിക ബന്ധത്തിൽ കൂടെയൊക്കെ പകരുന്നു എന്ന് പറയും. അതേപോലെ സിയും ഡി ഒക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെയും അല്ലെങ്കിൽ രക്തത്തിൽ കൂടെ ഒക്കെ പകരുന്ന രോഗമൊക്കെ ആയിട്ടാണ് നമ്മൾ സിനെയും ഡിനെയും ഒക്കെ കണക്കാക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ എ ആണ്, എങ്ങനെ തന്നെയാണ് മലിനമായിട്ടുള്ള ഭക്ഷണ പാനീയങ്ങളിൽ കൂടെ പകരുന്ന രോഗമാണ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ രോഗങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും പല രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്ഥിരം കാണുന്നതാണ് അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ് എന്നാണ് ചോദിച്ചത്. കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? അപ്പോൾ ഓരോ രോഗാണുവിൻ്റെ പേരും, ബാക്ടീരിയ ഉണ്ടാക്കുന്നതായാലും വൈറസ് ഉണ്ടാക്കുന്നതാണെങ്കിലും എല്ലാ രോഗാണുവിൻ്റെ കൃത്യമായിട്ടുള്ള പേര് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ ആൻസർ? കോളറ പരത്തുന്ന രോഗാണുവിൻ്റെ ഫുള്ളായിട്ടുള്ള പേരാണ് വിബ്രിയോ കോളറെ അല്ലേ? അത് മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ സെലക്ട് ചെയ്യാം. വിബ്രിയോ കോളറെ എന്നാണ് പറയാം. പക്ഷേ കോളറെ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ സ്കിപ്പ് ചെയ്തു, അത് ഒഴിവാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേ. അപ്പോൾ അത് ഫുള്ള് പഠിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം കോളറെ കണ്ടാൽ നമുക്ക് അറിയാലോ അല്ലേ? അപ്പം ഇവിടെ എന്താ ആൻസർ? വിബ്രിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, വിബ്രിയോ ആണ് ആൻസർ. വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ഇത് ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഇത് ആരാ? ഒരു ബാക്ടീരിയ ആണോ ഇത്, അല്ലെങ്കിൽ ഫംഗസ് ആണോ, വൈറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിബ്രിയോ കോളറെ ആരാണ്? ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ ആണ് ഏത്? വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ജലത്തിൽ കൂടിയൊക്കെ പകരുന്ന ഒരു രോഗമാണ് ഏത്? കോളറ എന്ന് പറയുന്ന രോഗം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബിയിലൊക്കെ നമുക്ക് കാണാം സാൽമോൺ അല്ല. അപ്പോൾ ബാക്കി പേരും കൂടെ അപ്പം തന്നെ മനസ്സിലേക്ക് വരണം. സാൽമോൺ അല്ല, ടൈഫി എന്നാണ് നമ്മൾ കേട്ടത്. ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റണം. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് അതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് രോഗത്തിൻ്റെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്, കോളറ, ടൈഫോയിഡ്, പോളിയോ, എലിപ്പനി, വയറിളക്കം ഇങ്ങനെ കുറച്ച് രോഗത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും ജലജന്യ രോഗങ്ങളാണ്. ഓക്കെ, ജലജന്യ രോഗങ്ങളാണ്. കാരണം ബാക്ടീരിയ മാത്രമല്ല, അപ്പം ഏത് മാർഗത്തിൽ കൂടിയാണെങ്കിലും എല്ലാം എന്താണ്? ജലജന്യ രോഗങ്ങളെ കൂട്ടത്തിലേക്ക് പെടുത്താവുന്ന രോഗങ്ങളാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഒന്നിത് കറക്റ്റ് ഇതിൻ്റെ കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ഇപ്പോൾ എയും ഇയും പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ എന്താണ്? കോളറ, അതേപോലെ ടൈഫോയിഡ്, പോളിയോ പറയുന്നു, അതേപോലെ എലിപ്പനി, പിന്നെ എന്താണ്? വയറിളക്കം. ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്, ജലത്തിൽ കൂടെ പകരുന്ന രോഗത്തിൻ്റെ എക്സാമ്പിളാണ്. ഇതിൽ കോളറ എന്ന് പറയുന്നതിനെയും അതേപോലെ വയറിളക്കും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോളറ, അതേപോലെ വയറിളക്കം, ഇപ്പം ഇതിനെയൊക്കെ എന്തും കൂടെ ആയിട്ട് പറയാൻ. ഇപ്പം എന്തായാലും മലിനമായ ജലം, ആഹാരമൊക്കെയാണ്. അതിൽ വന്നിരിക്കുന്ന ഈച്ച മുഖേനയും ഈ രോഗം പകരാലോ. അപ്പോൾ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ട് രോഗത്തിനെയും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാലും എന്താ? ശരിയാണ്.
ഓക്കെ, റെഡി? ഇതാ ഈ ഒരു ടേബിൾ ആണ് എപ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. രോഗം പഠിക്കുമ്പോൾ വളരെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേബിളാണ്. അപ്പോൾ ഏതൊക്കെ മാർഗത്തിൽ കൂടിയാണ് പകരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ വായുവിൽ കൂടെ പകരുന്ന രോഗം, എക്സാം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ജലദോഷം എന്ന് പറഞ്ഞാലും ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇനി വേണമെങ്കിൽ ഡിഫ്തീരിയ പറയാം. അതൊക്കെ വായുവിൽ കൂടെ പകരുന്ന രോഗങ്ങളാണ്. വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരം, മലിനമായ വെള്ളം, ആഹാരം അല്ലേ. ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം പറഞ്ഞു അല്ലെ. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വന്നാൽ ഉണ്ടാവുന്ന ഒരു രോഗലക്ഷണം കൂടിയായിട്ട് നമ്മൾ മഞ്ഞപ്പിത്തം പറയും അല്ലേ. അപ്പോൾ മഞ്ഞപ്പിത്തം പൊതുവെ എന്താ രോഗത്തിൻ്റെ ലക്ഷണമാണെങ്കിലും നമ്മൾ രോഗങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ മഞ്ഞപ്പിത്തം വളരെ ബേസ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കറക്റ്റാണ്. പിന്നെ ഈച്ച മുഖേന കണ്ടല്ലോ, ഈച്ച മുഖേന പകരുന്ന രോഗത്തിൽ ആരൊക്കെയുള്ളത്? കോളറ. കാരണം കോളറ വെള്ളത്തിൽ കൂടെ ആണെങ്കിലും വരാം, അതേപോലെ ഈച്ച മുഖേനയാണെങ്കിലും വരാം, അതേപോലെ വയറിളക്കം ഒക്കെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ അല്ലെ, ഒരുപാട് എക്സാമ്പിൾ നമുക്ക് അറിയുന്നതാണ്, എല്ലാം ചോദിക്കുന്നതുമാണ്. കൊതുക് മുഖേന പകരുന്നതാണ് മന്ത്, മലമ്പനി അഥവാ മലേറിയ എന്ന് പറയുന്ന രോഗം. പിന്നെ ഏതാണ്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതൊക്കെ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ്. സമ്പർക്ക മുഖേന, കോണ്ടാക്ട് രോഗിയായിട്ടുള്ള സമ്പർക്ക മുഖേന എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ്? കുഷ്ഠരോഗമാണെന്ന് ഫസ്റ്റ് ആലോചിക്കുക അല്ലെ. ഫസ്റ്റ് സാവധാനത്തിൽ പകരുന്ന രോഗമാണ്, രോഗിയുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റിൽ കൂടെയൊക്കെ കിട്ടുന്ന രോഗമാണ്. പിന്നെ എന്താണ്? ചെങ്കണ്ണ്, അടുത്ത രോഗമാണ് ചെങ്കണ്ണ് അല്ലെ. ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവിറ്റിസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ചെങ്കണ്ണ് എന്ന് പറയുന്ന രോഗവും സമ്പർക്കത്തിൽ കൂടിയൊക്കെയാണ് പകരുക അല്ലെ. ചെങ്കണ്ണൊന്നും ഇങ്ങനെ ചെങ്കണ്ണുള്ള ആളെ നോക്കി നിന്നതുകൊണ്ട് വായുവിൽ കൂടെ പകരുന്നതല്ല, അയാളുമായിട്ട് കോണ്ടാക്ട് വരിക, അയാൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമ്മളോട് കൂടെ ടച്ച് ആവാൻ കാരണമാകുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുക? ചെങ്കണ്ണ് പോലെയുള്ള രോഗങ്ങളൊക്കെ പകരുക. റെഡി അല്ലേ? ക്ലിയർ? അപ്പം ഇത് എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട, കൃത്യമായിട്ട് ഓർമ്മിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണേ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡേഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതും PYQ തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് മുന്നേ നടന്നൊരു എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മലേറിയ രോഗകാരി, മലേറിയ എന്ന് പറയുന്ന രോഗം, മലമ്പനി എന്നും കൂടെ നമ്മൾ പറയുന്ന രോഗത്തിന്റെ രോഗകാരി ഏതാ? ഈ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് കാര്യം പഠിക്കുക അല്ലെ. പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം എന്ന് പേരുള്ള ആരാണ്? പ്രോട്ടോസോവയാണ് രോഗകാരി. പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന പ്ലാസ്മോഡിയം എന്ന് പേരുള്ള പ്രോട്ടോസോവയാണ് മലേറിയ അഥവാ മലമ്പനി രോഗം പരത്തുന്നത്. ഓക്കെ, ഇതെന്തായാലും കൊതുക് മുഖേനയാണ്. കൊതുകാണ് ഈ രോഗത്തിന്റെ വാഹകരായിട്ട് പറയുന്നത്. ഏത് കൊതുകാണ്? മലേറിയ, മലമ്പനി എന്നൊക്കെ പറയുമ്പോൾ മലയുണ്ട് അല്ലെ. മലേന്റെ സൈഡിലൊക്കെ നമുക്ക് അല്ലെ, മലയിലാണ് ആരെ കാണുന്നത്? ആന. അപ്പം ഏതാ പറയാ? അനോഫിലസ് പെൺകൊതുക്. ഓക്കെ, അനോഫിലസ് പെൺകൊതുക്. എല്ലാത്തിലും പെൺകൊതുക് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്നാലും ഇവിടെ എടുത്തു പറയാം. അനോഫിലസ് പെൺകൊതുകാണ് ഇവിടെ വാഹകരായിട്ട്. ഓക്കെ, വാഹകർ, രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വാഹകരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ, ഈ രോഗകാരി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഡാഷ് കോശങ്ങളിലെത്തിയ ആദ്യത്തെ കോശത്തിൻ്റെ പേരാണ് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഏത് ഭാഗത്തുമാണ്, ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടാനുള്ള കോശങ്ങളാണെന്നാണ് പറയേണ്ടത്. പിന്നീട് ചുവന്ന രക്താണു, അതിനുശേഷമാണ് RBCയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് അറിയായിരിക്കല്ലേ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, കരളാണ്. കരളാണ് ആൻസർ. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഹയർ സെക്കൻഡറി ഭാഗത്താണ്. അപ്പോൾ എന്തായാലും ആ ഭാഗം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രം വെച്ചിട്ടാണ് നമ്മളത് കണക്ട് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കാൻ കണ്ടല്ലോ. അപ്പം മലേറിയ രോഗകാരിനെയും വഹിച്ചു വരുന്ന ഈ കൊതുക് മനുഷ്യനെ കുത്തുന്നുണ്ട് അല്ലെ. മനുഷ്യനെ കുത്തുവാണ്. അപ്പം കൊതുക് ഒരാളെ കുത്തുന്ന സമയത്ത് ആ കൊതുകിൻ്റെ ഉള്ളിൽ രോഗം പരത്താൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആ മലേറിയൻ്റെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന രോഗകാരിൻ്റെ ഒരു എന്താണ് ഘട്ടം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഓരോരോ സ്റ്റേജ് ആയിട്ട് അതിങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ജീവിതചക്രം കംപ്ലീറ്റ് ചെയ്യാണ് കൊതുകിൻ്റെ ഉള്ളിലും മനുഷ്യൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട്. അപ്പം കൊതുക് കുത്തുന്ന സമയത്ത് രോഗം പരത്താൻ കാരണമായ, രോഗം ഉണ്ടാക്കാൻ കാരണമായ ഒരു സ്റ്റേജിലാണ് രോഗകാരി ആ കൊതുകിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ആ സ്റ്റേജിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്പോറോസോയിറ്റുകൾ. എന്താണ് കൊടുത്തത്? സ്പോറോസോയിറ്റുകൾ. ഇതും PYQ ചോദിച്ച സാധനമാണ് കേട്ടോ. അപ്പോൾ സ്പോറോസോയിറ്റുകൾ എന്നു പേരുള്ള ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? രോഗം പരത്താൻ കാരണമായ ഘട്ടം ഏത് എന്ന് ചോദിക്കുമ്പോൾ സ്പോറോസോയിറ്റ് ആണ്. ഇത് ആദ്യം ഏത് അവയവത്തിലേക്ക് വരും? മനുഷ്യൻ്റെ രക്തത്തിലേക്ക് വരുമ്പം രക്തത്തിൽ കൂടെ എവിടെ എത്തുന്നത്? ഫസ്റ്റ് വരുന്ന അവയവം കരളാണ്. ഓക്കെ, കരളാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ. അതിനുശേഷം കരളിലെ കോശങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ അലൈംഗിക പ്രത്യുൽപാദനമൊക്കെ നടത്തി കരളിനെ നശിപ്പിച്ച്, കരളിൻ്റെ കാര്യത്തിലല്ലേ, കരളിലെ കോശങ്ങളിലൊക്കെ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം
പിന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് വരുന്നത്, നമ്മൾ RBCയിലേക്ക് വരിക. ഓക്കെ, അരുണ രക്താണുക്കളിലേക്ക് വരിക. പിന്നെ അരുണ രക്താണുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഫസ്റ്റ് കരളാണ്, പിന്നെയാണ് എങ്ങോട്ട് വരുന്നത്, RBC അരുണ രക്താണുക്കളിലെ ലക്ഷ്യം വെച്ചിട്ട് വരുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പം കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കാം. അതേപോലെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ RBC അരുണ രക്താണുക്കളിലൊക്കെ വന്ന് അത് അതിൻ്റെ ലൈംഗിക പ്രത്യുൽപാദനവും കുറച്ച് കഴിയുമ്പോൾ ലൈംഗിക പ്രത്യുൽപാദനമൊക്കെ നടത്താനൊക്കെ തുടങ്ങും. ആ സമയത്ത് ഇതുണ്ടാക്കുന്ന ഒരു വിഷവസ്തുവിൻ്റെ പേരും കൂടെ നമ്മൾ ഈ ഭാഗത്ത് മെൻഷൻ ചെയ്ത് പഠിക്കുന്നതാണ്. ഹീമോസോയിൻ എന്ന് പേരുള്ള ഒരു വിഷപദാർത്ഥത്തിന് ഉണ്ടാക്കും, ഒരു വിഷവസ്തു. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മലമ്പനിയുള്ള ആ ഒരു സ്റ്റേജിൽ എന്തുണ്ടാകുന്നത്, ശക്തമായിട്ടുള്ള പനിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പനിയൊക്കെ വരാൻ കാരണമായിട്ടുള്ള ആ വിഷവസ്തുവിൻ്റെ പേരാണെന്ത്, ഹീമോസോയിൻ. ഓക്കെ, റെഡി അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ സ്പോറോസോയിറ്റ് രോഗം ഉണ്ടാക്കാൻ കാരണമായ ആ ഒരു രോഗകാരിൻ്റെ സ്റ്റേജാണ്, ഓക്കെ, ഘട്ടമാണ് ഫസ്റ്റ് കരൾ, പിന്നെയാണ് RBC. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? സ്ഥിരമായിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് സങ്കര ഇനത്തിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നോക്കിയേ, ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൻസർ എന്താ, കിരൺ. നമ്മളൊരു കോഡ് ഇങ്ങനെ പറയും അല്ലേ, കിരൺ, അനാമിക, ആർക്കാണ്, സൽകീർത്തി കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, സൽകീർത്തി വേണ്ടത് എന്നാണ് ചോദിക്കുക അല്ലേ. കോഡാണിത്, സൽകീർത്തി വേണ്ടത് എന്ന് പറയുമ്പോൾ ആരിവിടെ ഉണ്ട്, വെണ്ട. ഓക്കെ, എന്താണ് വെണ്ട. കിരൺ, അനാമിക, ആർക്കാണ് സൽകീർത്തി വേണ്ടത്, അങ്ങനെയല്ലേ ചോദിച്ചേ. അപ്പോൾ നോക്കിയേ, ഇതാ ഈ ഒരു ടേബിളിലുണ്ട് കിരൺ, അനാമിക, രണ്ടാളോടും ചോദിക്കുകയാണ് ആർക്കാണ് അല്ലേ, കിരണും അനാമികയാണ്. ആർക്കാണ് പറയുമ്പോൾ അർക്ക കിട്ടണം. സൽകീർത്തി വേണ്ടത് ആർക്കാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ വെണ്ടേൻ്റെ സങ്കര ഇനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം. ഓക്കെ, റെഡി. അതേപോലെ നെല്ലിൻ്റെത്, പയറിൻ്റെത്, വഴുതന, ഇങ്ങനെ ഓരോന്നിൻ്റെയും സങ്കര ഇനങ്ങളെ പേരുണ്ട്. അതൊക്കെ ഇതേപോലെ തന്നെ എടുത്ത് ചോദിക്കുന്നതാണ്, ഓരോ പ്രാവശ്യമായിട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഹ്രസ്വ, പവിത്ര, അന്നപൂർണ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്, നെല്ലിൻ്റെ ഇനമാണ് അല്ലേ. നമ്മൾ പറയും ഹ്രസ്വ നേരം പവിത്രമായ അന്നം കഴിക്കാം എന്ന് പറയുമ്പോൾ എന്താണ്, നെല്ലാണ് നമ്മളെ പ്രധാനമായിട്ടുള്ള ആഹാരം, ചോറ് അല്ലേ, അരി, അങ്ങനെ ആലോചിക്കാം. പയറാണെങ്കിൽ എന്താ അല്ലേ, പയർ പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ പേരുണ്ട്, ജ്യോതിക, ഭാഗ്യലക്ഷ്മി ഒക്കെ സെലിബ്രിറ്റീസാണ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി, ജ്യോതിക അല്ലേ. ജ്യോതിക ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. അതുകൊണ്ട് പയർ കൃഷി നടത്തിയപ്പോൾ ജ്യോതികയ്ക്ക് എങ്ങനെയുള്ള പയർ കിട്ടിയേ, നല്ല മാല പോലെ അല്ലേ, നീണ്ട മാലിക പറയുമ്പോൾ മാല പോലെ, അതേപോലെ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ലോലമായിട്ടുള്ള മാല പോലെയുള്ള പയറാണ് കിട്ടിയത് എന്ന് പറയും. പിന്നെ എന്താ, പച്ചമുളകിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, പച്ചമുളക് തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എരിവാണ്, നമ്മളങ്ങ് കത്തിജ്വലിച്ച് പോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര കത്തിജ്വലിക്കുന്ന പേരാണ് പച്ചമുളകിനിടുക. അപ്പോൾ എന്താണ്, ജ്വാലാമുഖി അല്ലേ. പിന്നെ എന്താണ്, ഉജ്ജ്വല, അതൊക്കെ തീ കത്തുന്ന ഫീലാണുള്ളത്. അപ്പോൾ പച്ചമുളകൊക്കെ കുറേ നല്ലോണം കഴിച്ച് എരിവൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര അനുഗ്രഹം കിട്ടിയൊരു ഫീലായിരിക്കും എന്ന് പറയും. അപ്പോൾ എന്താണ്, അനുഗ്രഹ. ഓക്കെ, കണക്ട് ചെയ്യാലോ. വഴുതന എന്ന് പറയുമ്പം വഴുതനയായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണ്ട ആരാ, വഴുതനേൻ്റെ കളർ എന്നാലോചിച്ച് പച്ച നിറത്തിലുള്ള വഴുതനയും നല്ല വയലറ്റ് കളറിലുള്ള വഴുതനയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പലതരം നിറത്തിൻ്റെ പേരൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ നോക്കിയാൽ വഴുതനയിലാണ് ഏത്, നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നല്ല വെള്ള നിറത്തിലും പച്ച നിറത്തിലും, ഇനി വയലറ്റിനെ തൽക്കാലം നമുക്ക് നീലയാക്കാം, നീലിമ അല്ലേ, ഇങ്ങനെയുള്ള നിറത്തിലുള്ള വഴുതനയൊക്കെ ഉണ്ടാവും. ഓക്കെ, റെഡി അല്ലേ, ക്ലിയർ. പിന്നെ തക്കാളി എന്ന് പറയുന്ന സമയത്ത് ആരൊക്കെയുള്ളത്, ഒരു 3 പെൺകുട്ടികളുടെ പേരാണ് ഉള്ളത്. മുക്തി എന്നും അനഘ എന്നും അക്ഷയ എന്നും പേരുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ എന്താ പറയണ്ടേ, അനഘ, അക്ഷയ ഇങ്ങനെയുള്ള പേരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, നല്ല ഭംഗിയുള്ള സുന്ദരികളായിരിക്കും, നല്ല തക്കാളി പോലെ അല്ലേ, നല്ല തുടുത്ത മുഖമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും, അവർക്കൊരു മുക്തി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ആലോചിക്കാം. അപ്പം അനഘ, അക്ഷയ, മുക്തി തക്കാളീൻ്റെ സങ്കര ഇനങ്ങളാണ്. യെസ്, റെഡി. പിന്നെ ഈ ഇവിടെ കാണുന്നതൊക്കെ എന്താ സ്ഥിരം ചോദിക്കുന്നതാണ്, ചന്ദ്രലക്ഷ, അതേപോലെ ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അപ്പോൾ ചന്ദ്രൻ, ശങ്കരൻ അല്ലേ, ശങ്കരേട്ടൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആ പേരൊക്കെ കേട്ടാൽ എല്ലാം എന്തിൻ്റെ ഇനങ്ങളാണ്, തെങ്ങിൻ്റെ ഇനങ്ങളാണ്. ഓക്കെ, തെങ്ങിൻ്റെ ഇനങ്ങളാണ്. അതേപോലെ ഗംഗബോന്തം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എല്ലാം എന്തിൻ്റെ പേരാണ്, തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തെങ്ങിൻ്റെ ഇനങ്ങളാണ്. റെഡി, ഓക്കെ അല്ലേ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാര അളവ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഗ്രന്ഥിൻ്റെ പേര് ഏതാണെന്ന് ഓർമ്മ വരണം അല്ലേ. പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടാണ് പഞ്ചസാരയുടെ അളവും പ്രമേഹം എന്ന് പറയുന്ന രോഗവും ഒക്കെ നമ്മൾ പഠിക്കുക. ഏതാണ് അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കൂടുന്നതും കുറയുന്നതും രണ്ടും കൂടിയാണ് നിയന്ത്രണം. ഓപ്ഷൻ വായിച്ചാൽ അറിയാതൊക്കെ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മെലാറ്റോണിൻ, ഇൻസുലിൻ, ഗ്ലൂക്കോൺ, അഡ്രിനാലിൻ. അപ്പം ബിയും സിയും പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും.
കാരണം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാളെ പേരും വരണം. പക്ഷേ ഇവിടെ ഓപ്ഷൻ ഒന്ന് നന്നായി വായിച്ചാൽ സി എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോൺ എന്നേ കൊടുത്തിട്ടുള്ളൂ. ഗ്ലൂക്കഗോൺ എന്നതാണ് കറക്റ്റ്. അതുകൊണ്ട് സി നമുക്ക് ഒഴിവാക്കാം. അപ്പം നിയന്ത്രിക്കുന്നതിൽ ആരെ സെലക്ട് ചെയ്യാം? ഇൻസുലിൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? റിലേറ്റഡ് ഫാക്ട് ആലോചിച്ച് വെച്ചേക്കണം. ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യം പഠിക്കുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയാണ് കാണുന്നത്? ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ്. പക്വാശയം എന്ന് പറയുമ്പോൾ അപ്പോൾ ആമാശയത്തിൻ്റെ ഭാഗമല്ല, ആമാശയം കഴിഞ്ഞ് നമ്മളെ ചെറുകുടൽ തുടങ്ങും അല്ലേ? ചെറുകുടൽ തുടങ്ങുമ്പം ആ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം കണ്ടല്ലോ, അവിടെ ഇങ്ങനെ സി ആകൃതിയിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഭാഗത്താണ് നമ്മളെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയെ കണക്ട് ചെയ്തത്. റെഡി? ആ ഗ്രന്ഥിനെ മുറിച്ച് നോക്കിയാൽ, കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കോശങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ആൽഫ എന്നുള്ള കോശങ്ങളും ബീറ്റ എന്ന പേരുള്ള കോശങ്ങളെയാണ് കാണാൻ പറ്റുക. ഇതിൽ ബീറ്റ അല്ലേ, ബീറ്റ എന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ ഇ എന്ന് പറയുന്ന ലെറ്റർ ഇങ്ങനെ തന്നെ വരും. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ നിർമ്മിക്കുന്നത്. അപ്പം ആൽഫ കോശങ്ങൾ ആരെയാണ് ഉണ്ടാക്കുക? ആൽഫ ഉണ്ടാക്കുന്നത് ഗ്ലൂക്കഗോൺ. ഓക്കെ, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് നിർമ്മിക്കുക. റെഡി? അപ്പം ഇതിൽ ഓരോരുത്തരും ചെയ്യുന്ന ധർമ്മവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഒരു വാക്കാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്തായിരുന്നു? പാൻക്രിയാസിൽ ഇപ്പം നമ്മൾ കണ്ട ആൽഫ കോശവും ബീറ്റ കോശവും എല്ലാം കുറേ കോശങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന പോലെ കാണുകയാണ് അല്ലേ? അപ്പോൾ ഒരു കോശ സമൂഹമാണ് കണ്ടത്. അതിനെ മൊത്തത്തിലാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുക. ആ കോശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പം 2 ടൈപ്പ് കോശമാണെന്ന് മനസ്സിലാവും. അതിൽ ഒന്നിന് ആൽഫ എന്നും ഒന്നിന് ബീറ്റ എന്നും പേര് കൊടുത്തു. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഇതിൽ ബീറ്റ കോശം ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് എന്ത് ധർമ്മം ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെ, ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടുന്ന സമയത്ത് കുറയ്ക്കുക എന്ന് പറയുന്ന പണിയാണ് ഇവർ ചെയ്യുക. കൂടുമ്പോൾ കുറയ്ക്കുക. ഓക്കെ, ഇനി ഗ്ലൂക്കഗോൺ എന്താ ചെയ്യേണ്ടത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യേണ്ട കാര്യം ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കൂട്ടുക എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ചെയ്യുക. ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ, കുറയ്ക്കുന്ന ആളാണ് ഇൻസുലിൻ. അങ്ങനെ രണ്ടാളും കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവാണ് 70-110 മില്ലിഗ്രാം പെർ 100 ml. 100 ml രക്തം എടുത്ത് പരിശോധിച്ചാൽ 70-നും 110 മില്ലിഗ്രാമിൻ്റെയും ഇടയിൽ ആയിരിക്കണം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ആ കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചത് ഏതാണ് എന്നാണ് ചോദിച്ചത് അല്ലേ? ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നത് ഏതാ? ഓരോ ഗ്രന്ഥിയും ഹോർമോണും ഫുള്ള് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാൻ പറ്റുള്ളൂ. പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുമ്പം മെലാട്ടോണിൻ കൊടുത്താൽ ശരിയാണോ? ശരിയായ കാര്യം തന്നെയാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. ഇതിനെയാണ് നമ്മൾ ജൈവ ഘടികാരം എന്നൊക്കെ പറയുന്ന ഗ്രന്ഥി കൂടിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ ഉണ്ടാക്കുന്നു. ഇപ്പം നമ്മൾ പഠിച്ചല്ലേ, ഇൻസുലിൻ ഉണ്ടാക്കി തരാം ആഗ്നേയ ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് അല്ല, തെറ്റാണ്. ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ ഉണ്ടാക്കുന്നു. അതിപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലൂക്കഗോൺ ഇൻസുലിൻ ആണെങ്കിൽ ശരിയാണ്. തൈമോസിൻ പറഞ്ഞാൽ എന്താ? തെറ്റാണ് അല്ലേ? അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ ഉണ്ടാക്കുന്നു. ശരിയാണ്. അഡ്രീനൽ ഗ്രന്ഥിക്ക് കോർട്ടെക്സ് എന്നും മെഡുല്ല എന്നും പേരുള്ള 2 ഭാഗങ്ങളുണ്ട്. അതിൽ കോർട്ടെക്സ് നിർമ്മിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. ഓക്കെ, അപ്പോൾ ശരിയായത് ഏതാണ്? 1, 4 എന്നിവ ശരിയായിട്ടാണ് യോജിപ്പിച്ചത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. റെഡി? ക്ലിയർ? അപ്പം ഒരു ടെക്സ്റ്റ് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രം ഉണ്ട്. ശരീരത്തിലെ എല്ലാ ഗ്രന്ഥിനെയും കൂടെ കാണിച്ചുകൊണ്ടുള്ള ഡയഗ്രമാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണം. എന്നാലും മാത്രമാണ് പഠിച്ചിട്ട് ഈ ഒരു ചിത്രം വെച്ചിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ഓരോന്നും ആയോ എല്ലാം പഠിച്ചു എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഒരു ഡയഗ്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. ഈ പറഞ്ഞ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിനെയൊക്കെ ഇതാ ഇവിടെ കാണാം. തലച്ചോറിലാണ് അതിൻ്റെ സ്ഥാനം. ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിനെ മറ്റൊരു പേരാണ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത് അല്ലെ, പീയൂഷ ഗ്രന്ഥി. അപ്പം അത് 3ഉം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാലും പാരാതൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാലും പൊസിഷൻ എവിടെയാണ്? നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത്. തൈറോയിഡ് ഗ്രന്ഥിൻ്റെ പിന്നിലാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് ഇത് തൈമസ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? മാറലിന് പിന്നിലായിട്ട്, മാറലിന് പിന്നിൽ കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് പറഞ്ഞുകൊണ്ട് PYQ ചോദിച്ചതാണ്. ഏതാണ് ആൻസർ? തൈമസ് ഗ്രന്ഥി. ഇവിടെ കാണുന്ന ഒരു അസ്ഥിയാണ് മാറല് അല്ലേ? പിന്നെ ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്ന സമയത്ത് വൃക്കയായിട്ടാണ് ബന്ധം. അപ്പോൾ എവിടെയാണ്? വൃക്കയ്ക്ക് മുകളിൽ, വൃക്കേൻ്റെ മുകളിലാണ്, വൃക്കേൻ്റെ ഉള്ളിലല്ല, വൃക്കേൻ്റെ മുകളിൽ ഇങ്ങനെ വൃക്കയ്ക്കിൻ്റെ മുകളിൽ ഒരു തൊപ്പി വെച്ചതുപോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. പാൻക്രിയാസ് ഓൾറെഡി നമ്മൾ കണ്ട് എവിടെയാണ്? ഇങ്ങനെ ഒരു പക്വാശയം എന്ന് പറയുന്ന ഒരു ഭാഗം വരും അല്ലേ? അവിടെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണെന്ത്? പാൻക്രിയാസ്. എല്ലാത്തിനെയും മലയാളം പേരുണ്ടെങ്കിൽ അതും കൂടെ നിർബന്ധമായിട്ട് പഠിക്കുക.
പഠിക്കുക കേട്ടോ. ആഗ്നേയ ഗ്രന്ഥി എന്നുള്ള പേരുണ്ടെങ്കിൽ അതും കൂടെ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കാം. റെഡി. പിന്നെ വൃഷണങ്ങൾ, സ്ത്രീകളിലെ അണ്ഡാശയങ്ങൾ എന്ന് പറയുമ്പം അത് ലൈംഗിക അവയവങ്ങളാണ്. ഈ ലൈംഗിക അവയവങ്ങളാണ് ലൈംഗിക ഹോർമോണുകളെ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗ്രന്ഥിയും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചാലാണ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഗ്രന്ഥിൻ്റെ പേര് മാത്രമാണ് പരിചയപ്പെട്ടു, ഓരോന്നിൻ്റെയും ഹോർമോണുകളും കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ കവർ ചെയ്താലേ പറ്റൂ. ഓക്കെ, ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? രക്തവുമായിട്ട് ബന്ധപ്പെട്ട് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ അവിടെ ഏതാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത്? ദാതാവ് എന്ന് പറഞ്ഞാൽ ആരാ? ഡോണറാണ് അല്ലെ, കൊടുക്കുന്ന ആളാണ്. എല്ലാവർക്കും രക്തം കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഏതാണ്? എ ബി ആണോ, ഒ ഗ്രൂപ്പ് ആണോ, എ ഗ്രൂപ്പ് ആണോ, ബി ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം തന്ന ഓപ്ഷൻ വെച്ച് ഏതാ വേണ്ട? എല്ലാവർക്കും രക്തം കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒ ഗ്രൂപ്പ് അല്ലെ. ഒ ഗ്രൂപ്പ്. എയും ബിയും ഓപ്ഷൻ ആണ്, നമ്മൾ കൺഫ്യൂഷനിൽ ഉണ്ടാവുക. എ ബി ഗ്രൂപ്പിന് എന്താ പറയുന്നത് നമ്മൾ? സാർവിക സ്വീകർത്താവ്. എല്ലാ രക്തത്തിൻ്റെയും ഗ്രൂപ്പ് സ്വീകരിക്കാൻ പറ്റുന്ന ആളാണ് എ ബി ഗ്രൂപ്പുകാരൻ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതായിരിക്കാണ് ഓ ആണ് അല്ലേ. അപ്പം ദാതാവിൻ്റെ ഇംഗ്ലീഷ് ഡോണർ ആണ് എന്ന് അറിഞ്ഞു വെച്ചാൽ ഡോണർ എന്നൊന്ന് എഴുതി നോക്കിയേ, ഡോണർ അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്? എന്തായാലും ഓ വരുമല്ലോ. ഓ എന്ന് പറയുന്ന ലെറ്റർ അവിടെ ഉണ്ടാവും, ഡോണർ. ഓക്കെ, മറ്റേതെന്താ? റെസിപ്പിയൻ്റ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. സ്വീകർത്താവിൻ്റെത് റെസിപ്പിയൻ്റ് ആണ്. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡോണർ എന്ന് പറയുമ്പോൾ ഓ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും, കിട്ടും. ഓക്കെ, അപ്പം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക, രക്തഗ്രൂപ്പിൻ്റെ നിർണ്ണയവും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ആൻറ്റിജൻ അല്ലേ, നമ്മുടെ രക്തത്തിൽ RBCൻ്റെ മുകളിലാണ് ആരുണ്ടാവുക? ആൻറ്റിജൻ ഉണ്ടാവുക. ആൻറ്റിജൻ RBCൻ്റെ മുകളിലാണ് ആൻറ്റിജനെ കാണുക. ആൻറ്റിജൻ രണ്ട് തരമാണ്, ഒന്ന് എ എന്നും പറയും, ബി എന്ന് പറയും. പിന്നെ അതല്ലാതെ ഒരാളെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന RH ആൻറ്റിജൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ആൻറ്റിജൻ ഡി എന്ന് പറയും. ഇത്രയും ആൻറ്റിജനുകളാണ് ഉള്ളത്. ഓക്കെ, 3 എണ്ണം, എ ബി അതേപോലെ RH അഥവാ ഡി എന്ന് പറയുന്ന ആൻറ്റിജൻ. ഓക്കെ, അപ്പം എയും ബിയും ആണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുക. RH എന്ന് പറയുന്ന ആൾ എന്താ നിർണ്ണയിക്കുക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആളാണ് RH എന്ന് പറയുന്നത്. അതേപോലെ രക്തത്തിൽ RBCൻ്റെ മുകളിലാണ് ആൻറ്റിജൻ. അതേപോലെ രക്തത്തിൻ്റെ ദ്രാവകമായ പ്ലാസ്മയിലാണ് ആരുണ്ടാവുക? ആൻറ്റിബോഡി. ഓക്കെ, ആൻറ്റിബോഡി. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ന് കേൾക്കുമ്പോൾ രോഗാണു എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നതാണ് ആൻറ്റിജനും ആൻറ്റിബോഡി. അപ്പോൾ രോഗാണു ആണ് ഈ ആൻറ്റിജൻ എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇത് ആ ഒരു സെൻസിലല്ല നമ്മൾ ഈ ഒരു വേർഡ് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഒരാളെ രക്തം എ ആണോ ബി ആണോ എ ബി ആണോ എന്നൊക്കെ തീരുമാനിക്കുക അല്ലേ. എ ഗ്രൂപ്പുകാരൻ്റെ അവസ്ഥ എന്താ? എ ഗ്രൂപ്പുള്ള ഒരാളാണെങ്കിൽ അയാൾ RBC നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആൻറ്റിജൻ എ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്ലാസ്മ പുറത്താണ്, രക്തത്തിൻ്റെ പ്ലാസ്മ പുറത്താണ്, അവിടെ എന്താണ് ഉണ്ടാവുക? ആൻറ്റിബോഡി ബി ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്. ഇതിപ്പോൾ ഒരു എ ഗ്രൂപ്പുകാരനെയാണ് കാണിച്ചിരിക്കുന്നത്, എ ഗ്രൂപ്പ്. ഇനി ഇയാൾ പോസിറ്റീവ് ആണെങ്കിൽ എന്തും കൂടെ ഉണ്ടാവും? RH എന്ന് പറയുന്നതും കൂടെ RBCൻ്റെ മുകളിൽ ഉണ്ടാവും. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ രീതിയിലാണ് തരംതിരിക്കുക. ബി ഗ്രൂപ്പുകാരനാണെങ്കിൽ ബി ആണ് ആൻറ്റിജൻ, ആൻറ്റിബോഡി എ. എ ബി ഗ്രൂപ്പുകാരനാണെങ്കിലോ എയും ബിയും, എനെയും ബിയെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പുകാരനാണ്. ഓക്കെ, ഇനി ഒരു RBC നോക്കുന്ന സമയത്ത് ഒരു ആൻറ്റിജനും ഇല്ല എങ്കിൽ അയാൾ എന്ത് ഗ്രൂപ്പാണ്? ഒ ഗ്രൂപ്പുകാരനായിരിക്കും അല്ലേ. 2 ആൻറ്റിജനും ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് പക്ഷേ 2 ആൻറ്റിബോഡീനെയും പ്ലാസ്മയിൽ കാണാൻ പറ്റും. ഓക്കെ, പുറമേയുള്ള ഭാഗം ഏതാണ്? പ്ലാസ്മ. എ ബി ഗ്രൂപ്പുകാരന് 2 ആൻറ്റിജൻ ഉണ്ട്, അതുകൊണ്ട് അയാൾക്ക് എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. ആൻറ്റിബോഡീൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒന്നും എഴുതണ്ട, അവിടെ ഇല്ല. ഓക്കെ, റെഡി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രക്തഗ്രൂപ്പിനെ പഠിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ അസ്ഥീൻ്റെ എണ്ണമൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. എത്രയാണ് വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? എത്ര അസ്ഥികളുള്ളത്? 22, 30, 24, 12. സ്ഥിരം വാരിയെല്ലിൻ്റെ എണ്ണം തന്നെ എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ്. ആൻസർ ഏതാ വേണ്ടത്? ഡിയും സിയും എഴുതി കൺഫ്യൂഷനായി തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. 12 എന്ന് എന്തോ കേട്ടിട്ടുണ്ടാവും, അപ്പോഴേക്ക് കൊടുക്കരുത്. 12 ജോഡി എന്നാണ് പറഞ്ഞത്. 12 ജോഡി ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ സെലക്ട് ചെയ്യുക, അല്ലാതെ വെറും 12 പറഞ്ഞാൽ തെറ്റാണ്. ഒരു ഭാഗത്തുള്ള വാരിയെല്ലിൻ്റെ എണ്ണം മാത്രമേ ആയിട്ടുള്ളൂ, രണ്ടും കൂടെ ചേരണം, വാരിയെല്ലുകൾ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, 24 അല്ലെങ്കിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ 6th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്ത ഡയഗ്രം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ അസ്ഥിൻ്റെയും പേര് പഠിക്കുക അല്ലേ. അപ്പം ആകെ എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിച്ചാൽ, പ്രായപൂർത്തിയായ ആൾക്കാരിൽ ആകെ എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 206 അസ്ഥികളാണുള്ളത്. നമ്മൾ 200 ആണ്, എവിടെയാണ്? ഒരു
ഒരു 6ൻ്റെ അടുത്ത് പോയിരുന്ന് 200 കഴിഞ്ഞാൽ അസ്ഥി കിട്ടുമെന്ന് പറയാം. അപ്പോൾ 206 അസ്ഥികളാണുള്ളത്. 209, 16 എന്നൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, 206. ഓക്കെ, അപ്പോൾ അതിൽ മൊത്തത്തിൽ നോക്കിയേ, തലയോട്ടിലുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതൊക്കെ കൃത്യം എണ്ണം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഓർമ്മിച്ച് പഠിച്ചു വെച്ചേക്കുക. 29 എന്ന് പറയുന്നത് ആണ് ആൻസർ. ചിലപ്പം 22 എന്ന് കൊടുത്തേക്കാം, അതും ഓപ്ഷൻ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. പക്ഷേ പൊതുവെ എല്ലാം കൂടെ എടുക്കുമ്പം 29, എല്ലാ അസ്ഥിനെയും കാൽക്കുലേറ്റ് ചെയ്താൽ 29 വരിക. അതൊരു 6ാം ക്ലാസ്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ മാർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്, 22 കൊടുത്തിട്ടുണ്ട്. കാരണം ഫുൾ അസ്ഥിനെ അത് കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. പിന്നെ എന്താ, മാറലിലെ അസ്ഥി, ഇതൊക്കെ PYQ ആണ്. മാറൽ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന ഒരു പരന്നൊരൊറ്റ നീണ്ട അസ്ഥിയാണ്, ഒരെണ്ണം. ഓക്കെ, യെസ്. വാരിയെല്ല് കണ്ടല്ലോ, 24. പിന്നെ നട്ടെല്ലിൽ എത്രയാണുള്ളത്? 26. തലയോട് 29, നട്ടെല്ല് 26 അസ്ഥിയാണ്. പിന്നെ നമ്മളെ കൈ നോക്കുകയാണെങ്കിൽ എല്ലാവരെയും ഒരു കയ്യിൽ 30 അസ്ഥിയാണ്. നമുക്ക് 2 കൈയില്ലേ, അപ്പോൾ കൈകൾ എന്ന് പറയുമ്പോൾ 60. ഭാഗ്യത്തിന് കൈയും കാലും എണ്ണം സെയിം ആണ്. കാല് ചോദിച്ചാൽ 30, 2 കാല് ചോദിച്ചാൽ എന്താണ്? 60. പിന്നെ നമ്മളൊരു ഷോൾഡർ ഭാഗമുണ്ട് അല്ലേ, തോൾ വലയം എന്നൊക്കെ പറയുന്ന ഭാഗം, അവിടെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്ന് പിന്നിലും കൂടെ എടുക്കുമ്പം ഒരു ഭാഗത്തിന് 2 അസ്ഥി ഉണ്ട്. 2 ഭാഗവും കൂടെ ചേരുമ്പം ടോട്ടൽ 4 അസ്ഥികളാണുള്ളത്. അതേപോലെ നമ്മളെ ഇടുപ്പിൻ്റെ ഭാഗമുണ്ട് അല്ലേ, കാല് ഫിറ്റാക്കിയിരിക്കുന്ന ഈ ഭാഗം അല്ലേ, അപ്പം ശ്രോണി വലയം എന്നൊക്കെയാണ് പേര്, അല്ലെങ്കിൽ ഇടുപ്പൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പരന്ന അസ്ഥിയല്ലേ, ഒരു ഭാഗത്തൊന്ന്, നമുക്ക് 2 ഭാഗം ഉള്ളതുകൊണ്ട് ഇവിടെ എന്താണ്? 2. ഓക്കെ, റെഡി? അപ്പം ഈ എല്ലാ അസ്ഥിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആകെ അസ്ഥി 206 പറയുന്നത്. അതേപോലെ നമ്മൾ പിന്നെ എന്താണ്, ജനന സമയത്ത് അല്ലെ കുട്ടികളിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ 300ഓളം അസ്ഥികളാണ് പറയാം. ക്ലിയർ അല്ലേ? എല്ലാത്തിൻ്റെ എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജീവകത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് എല്ലാ എക്സാമിലും. അപ്പം എങ്ങനെ ചോദിച്ചാലും പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 8ഓളം വിറ്റാമിൻ ഉണ്ട് ബി എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ അടിയിൽ അല്ലേ. അതെല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് നെയിം പഠിച്ചാൽ മാത്രമാണ് നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റുക. ഏതാണ് ബി കോംപ്ലക്സിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഫോളിക് ആസിഡ് ഉണ്ട്, അതേപോലെ തയമിൻ ഉണ്ട്. ഓക്കെ, ആക്ച്വലി തയമിൻ എന്നാണ്, തയമിൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, തയമിൻ എന്നാണ് എഴുതുക. അങ്ങനെ തൈമിൻ എഴുതുന്നതിനേക്കാൾ ഇങ്ങനെ ആണ് എഴുതേണ്ടത്. ഓക്കെ, റെഡി? ഇത് തൈമിൻ. DNA പഠിക്കുമ്പോൾ നമ്മൾ അഡിനിൻ തൈമിൻ പറയുമ്പോൾ ഇങ്ങനെ തൈമിൻ എഴുതാറ്. തയമിൻ, നിയാസിൻ, അസ്കോർബിക് ആസിഡ്. ഇതിൽ ഏതാണ്? ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പേരാണ്? ഫോളിക് ആസിഡ്. ഫ എന്ന് പറയുന്ന ലെറ്റർ ഇല്ലേ, അപ്പോൾ അതേപോലെ വളഞ്ഞു നിൽക്കുന്ന ആരാ? നമ്മളെ 9 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആണ് അല്ലേ. അപ്പോൾ B9 ആണ് ഫോളിക് ആസിഡ്. തയമിൻ എന്ന് പറഞ്ഞാൽ തുടക്കമാണ്, ബി കോംപ്ലക്സിലെ തുടക്കക്കാരൻ. ത എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. ഓക്കെ, തയമിൻ തുടക്കം. അപ്പോൾ ഏതാണ്? B1ൻ്റെ പേരാണ് തയാമിൻ. നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയാം അല്ലേ. നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? നിയാസ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ആലോചിച്ച് പഠിക്കലില്ലേ. എങ്ങനെയാണ്? നിയാസിന് എത്ര വയസ്സായിരുന്നു? 3 വയസ്സുള്ള ഒരു നിയാസാണ്. ഓക്കെ, B3 നിയാസ് അല്ലേ, 3 അക്ഷരമാണ്. അപ്പം നിയാസ് 3, B3ൻ്റെ പേരാണ്. ദെൻ അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സിൻ്റെ പേരാണ്. ഓക്കെ, വിറ്റാമിൻ സി. അപ്പം ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അസ്കോർബിക് ആസിഡ് ആണ് ഈ കൂട്ടത്തിൽ വരാത്ത ആൾ. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം എല്ലാത്തിൻ്റെയും പേര് പഠിച്ചു വെച്ചേക്കണം. B1 തയമിൻ, B2 റൈബോഫ്ലേവിൻ എന്നാണ് പറയുക, B3ൻ്റെ പേര് നിയാസിൻ. ഓക്കെ, B5 ഉണ്ട്, 5 പെൻഡ അല്ലേ, പാൻഡ് എന്നൊക്കെ ആലോചിക്കുമ്പം പാൻറ്റൂത്തനിക് ആസിഡ്. B6 ഉണ്ട് പിരിഡോക്സിൻ. ഓക്കെ, 7 ഉണ്ട് ബയോട്ടിൻ എന്നാണ് പറയുക. 9ൻ്റെ പേരാണ് ഫോളിക് ആസിഡ്. പിന്നെ 12 ഉണ്ട്, ലാസ്റ്റ് വൺ ആയിട്ട് പഠിക്കുന്നത് സയനോ കൊബാലമിൻ എന്നൊക്കെയാണ് പേര്. റെഡി? അപ്പം എന്തായാലും ബി കോംപ്ലക്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണ് ഇത്. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ്. ഏതാണ് രോഗം? ഇങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ഒരു ജനിതക രോഗത്തിൻ്റെ പേരാണ് പഠിക്കേണ്ടത് അല്ലേ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന RBC അരിവാള് പോലെ വളയുന്നു എന്ന് പറയുമ്പം ആൻസർ ഏതാണ്? അറിയാലോ, അരിവാൾ രോഗമാണ്. ഓക്കെ, അരിവാൾ രോഗം. സിക്കിൾ സെൽ അനീമിയ എന്ന് ഇംഗ്ലീഷ് പറയും. സിക്കിൾ സെൽ അനീമിയ ഇതിങ്ങനെ മംഗ്ലീഷിലാക്കി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് 2 പേരും ഒരേപോലെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോയാൽ എന്താ പ്രശ്നം? RBC ആണ് ഓക്സിജനൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്നത്, അതിലുള്ള ഹീമോഗ്ലോബിൻ അല്ലേ. RBCൻ്റെ ഷേപ്പ് മാറുമ്പം ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് മാറും, പിന്നെ ഓക്സിജനെ വഹിക്കാനുള്ള കഴിവൊക്കെ കുറഞ്ഞു പോകും. അപ്പം
അങ്ങനെ ഉണ്ടാവുന്ന അനീമിയ. ഇത് ജനിതകമായിട്ട് കിട്ടുന്നതാണ്, പാരമ്പര്യമാണ്. സോ ആൻസർ അരിവാൾ രോഗം. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആണ് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ മാറിപ്പോകും. ഓപ്ഷൻ എനെ പറ്റി ചോദിച്ചാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? റോയൽ ഡിസീസ്, രാജകീയ രോഗം. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാ വേണ്ടേ? അത് ഹീമോഫീലിയാണ്. ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിലൊക്കെ ഉണ്ടായതാണ്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എങ്ങനെ ചോദിക്കാം? മുറിവ് അല്ലെ, ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കൂടെ ധാരാളം എന്താ ഉണ്ടാവുക അല്ലെ? രക്തം പോവുക, രക്തനഷ്ടമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. മുറിവിൽ കൂടെ ധാരാളം രക്തം ഇങ്ങനെ നഷ്ടപ്പെടും, കട്ട പിടിക്കാത്ത അവസ്ഥ. ഓക്കെ, റെഡി അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചാൽ മാത്രം ഹീമോഫീലിയ പറയാം. അല്ലെങ്കിൽ രാജകീയ രോഗം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. RBCന്റെ ഷേപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആൻസർ എന്താ വരിക? സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗമാണ് ആൻസർ. ഓക്കെ, റെഡി? ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ഇതുപോലെ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കാരണം ഇനി വരുന്ന എക്സാം ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് പരിചയപ്പെടുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.